വാശിയേറിയ പ്രചാരണ കാലയളവിനുള്ളിൽ കേരളം വിധി എഴുതുമ്പോൾ പോളിംഗ് ശതമാനം പക്ഷേ 70 തൊട്ടിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77% സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അടിയൊഴുക്കുകളുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മനസ്സിൽ എന്നത് വ്യക്തമാണ്, സുവ്യക്തമാണ്. ശ്രീ പി ജയരാജൻ, ഇതുപോലെ കുറേയേറെ ഇടങ്ങളിൽ ആളുകൾ ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. എന്നിരുന്നാൽ പോലും എങ്ങനെയും 70% എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ കേരളം തിരഞ്ഞെടുപ്പിനോട് വളരെ രാഷ്ട്രീയമായി പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് പോളിംഗ് ഈ രീതിയിൽ രേഖപ്പെടുത്തിയതെന്നാണ് CPM വിലയിരുത്തുന്നത്. അതായത് പാർട്ടി സമഗ്രമായിട്ട് ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടില്ലല്ലോ. കാരണം പല പോളിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോഴും നീണ്ട ക്യൂ നിൽക്കുകയാണ്. കാരണം ഈ പോളിംഗ് മെഷീനുകൾ വളരെ സമയമെടുത്തിട്ടാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് ആണ് നീണ്ട മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി വോട്ടർമാരാണ് 6 മണിക്ക് ശേഷവും സ്ലിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന ഒരു വിലയിരുത്തലേക്ക് എത്താനായിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ അടുത്തെത്തും. ആ പോളിംഗ് ശതമാനത്തിൻ്റെ അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നതെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പോളിംഗ് ശതമാനം ആയിരിക്കില്ല എല്ലാ വോട്ടും പോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നതാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇനിയിപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഉയരുകയാണെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ മാധു പറഞ്ഞതുപോലെ ചില അടിയൊഴുക്കുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അപ്പോൾ അവസാന ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും മതനിരപേക്ഷവാദികളിലുമൊക്കെ പ്രചരിച്ചു. അത് മോദിക്ക് പകരം രാഹുൽ വരാൻ വേണ്ടി പോവുകയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു അവബോധമായിരുന്നു, പ്രതീതി നിർമ്മാണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്തരമൊരു പ്രചരണം നടത്തി കഴിഞ്ഞ തവണ UDF-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും പറയാൻ പറ്റും. വേറൊരു കാര്യം, ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ തളിപ്പറമ്പിലൊക്കെ വലിയ തോതിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM-ന്റെ പാർട്ടി കോട്ടകളിൽ ഇളകാത്ത വോട്ടുകൾ ഇടത് മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട് പാർട്ടിക്ക്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന റൗണ്ട് വോട്ടും പോൾ ചെയ്തതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനം വന്നാലും കഴിഞ്ഞ തവണ UDF-നുണ്ടായിട്ടുള്ള വിജയം ഈ തവണ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ രാജ്യത്തിൻ്റെ അനുഭവം, ആ 5 വർഷക്കാലം ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള UDF-ൻ്റെ MP-മാർ നടത്തിയിട്ടുള്ള പ്രവർത്തന രാഹിത്യം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് രാജ്യത്തിലെ മുഖ്യമായിട്ടുള്ള പല വിഷയങ്ങളിലും അവർ മൗനം അവലംബിച്ചത്, കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ, പല വിഷയങ്ങളിലും കോൺഗ്രസ്സിന് നിലപാടില്ലായ്മയാണല്ലോ. അപ്പോൾ അതിലെല്ലാം അസംതൃപ്തിയുള്ളൊരു വിഭാഗം ഇന്നത്തെ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന ഒരു നിലയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് അല്ല, നേരെ മറിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള LDF-ലേക്കുള്ള ഇടതുപക്ഷത്തേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്.